ഹായ് ഹലോ. ഇന്ന് അത്തം തുടങ്ങി 4ാമത്തെ നാളായി വിശാഖം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? കൂട്ടുകറിയാണ്. സദ്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടല എടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചക്കായും അതേ അളവിൽ ചേനയും കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് പച്ചമുളകും ചെറിയൊരു സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഓൾറെഡി കടല വെന്തതുകൊണ്ട് തന്നെ ഇത് വേവാൻ ഒരു 2-3 വിസിൽ മതി. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറ്റി വരുമ്പോൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു പകുതി പോർഷൻ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. പകുതി മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ വേവാൻ വെച്ചിട്ടുള്ള കടലയും ചേനയും പച്ചക്കായും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് വെച്ചിട്ടുള്ള വറുത്തരച്ച തേങ്ങ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അധികമായി പോവരുത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.